സുഹൃത്തുക്കളെ, എന്ത് ജിന്നും പിശാച്ചും അദൃശ്യ ലോകത്തുള്ളവരാ. അദൃശ്യ ലോകത്താണ് ജിന്നും പിശാച്ചും. അത് അല്ലദീന യുമിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ആ ആയത്തിന്റെ വ്യാഖ്യാനത്തെ അമാനിമലിന്റെ പരിഭാഷ എടുത്ത് നോക്കി. അമാനിമലിന്റെ പരിഭാഷ പറയും ജിന്നും മലക്കൊക്കെ അദൃശ്യ ജീവിയാണ് എന്നാ. ജിന്ന് അദൃശ്യ ജീവിയാണ്. അദൃശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താൻ പറ്റാത്തത്. പിന്നെ പഞ്ചേന്ദ്രിയത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന ആധുനിക ഉപകരണമുണ്ട്, അതിലൂടെ കണ്ടെത്താൻ പറ്റാത്തത്. പിന്നെ ബുദ്ധിക്ക് കൊണ്ട് മാത്രം കണ്ടെത്താം. അതാ കാര്യകാരണ ബന്ധത്തിന് അതീതം അദൃശ്യ ഭൗതികം എന്ന് പറയുന്നത്. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ജിന്നിനെയും മലക്കിനെയും കണ്ടുപിടിച്ചാൻ പറ്റൂല. അത് അള്ളാഹിന്റെ നബി പറഞ്ഞ് വിശുദ്ധ ഖുർആനും പ്രവാചകനും പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിക്കലാണ്. അപ്പം ജിന്നിന് രോഗം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചാലോ മുശ്രിക്കായി. അത് നമ്മൾ എഴുതിയതല്ല. ഇവര് കൊണ്ടിടക്കുന്ന സലഫി, വലിയൊരു സലഫി പണ്ഡിതൻ, അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ പറയാണ് പിശാച്ചും ജിന്നും രോഗം ഉണ്ടാക്കുന്നു പേടിച്ചാൽ അദൃശ്യ പേടിയാ. അപ്പൊ അവന് ശിർക്കിന്റെ ഇനാണ് എന്നാ. അതുകൊണ്ടാണ് നബി പറഞ്ഞതില്ല അതുവാന്ന് പറഞ്ഞ് രോഗം പരത്തൂല എന്ന് പറഞ്ഞ്. ആ ഹദീസ് നബിയാണ് സിനിമത്തെ ഈ കഠിനമായ രോഗത്തു നിന്ന് അകന്നു നിന്നോന്നും പറഞ്ഞു. അപ്പൊ സുഹൃത്തുക്കളെ, നെല്ലിക്കുത്ത് മുസ്ലിയാർ തൗഹീദിന്റെ സമഗ്രപഠനം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ആ AP ഭാഗം പ്രസിദ്ധീകരിച്ച് 3 അഡിഷൻ ഉണ്ട് കേട്ടോ. 3 അഡിഷന്. ആ 3 പതിപ്പിലും എന്ത് ബുഖാരിന്റെ ഹദീസ് അർത്ഥം കൊടുത്തെന്താ പറയാ മുസ്ലിയാർ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. അത് പറഞ്ഞ പിശാച് രോഗം പരത്തൂല. മുസ്ലിയാക്കന്മാര് വരെ അത്രക്ക് എത്തിയട്ടോ. ഏത് മുസ്ലിയാക്കന്മാര് കോടറുണ്ടായാല് പിശാച്ച പരത്തുന്നതെന്ന് പറയും. എന്നിട്ട് മൽമക്കേരി കൂട്ടാൻ കൊടുക്കല പിശാച്ചിനാട്ടാല്. വസൂരിലൊക്കെ പ്രത്യേകം കുരിപ്പി ചെയ്ത്താനാ. അപസ്മാരം ഉണ്ടാവില്ല, കൂക്കി ചെയ്ത്താന്. എല്ലാം ചെയ്ത്താനായിരുന്നു. അതൊക്കെ പറഞ്ഞ മുസ്ലിയാക്കന്മാര് വരെ പുരോഗമിച്ചിട്ട് വാമൊഴിയല്ല വരമൊഴിയാക്കി. പിശാച്ച് രോഗം പരത്തൂല. ബുഖാരിന്റെ ഹദീസിന് ഇസ്മായിൽ മുസ്ലിയാർ നെല്ലിക്കുത്തൊരു മുസ്ലിയാർ തൗഹീദിന് സമഗ്രഹണ പുസ്തകത്തിൽ താറ്റ പിശാച്ചിന് രോഗം പരത്താല കഴിവുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാകുമോ? രാവിലെ തന്നെ നിങ്ങൾക്ക് പിശാച്ച് വയറ്റു നോക്കുണ്ടാക്കും. എനിക്കും ഉണ്ടാക്കും. വയറ്റു നോക്കാനാ സാധാരണ സ്വർക്കേണ്ട മാറിയില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങൂല. തലവേദനയൊക്കെ ഉണ്ടായി പനിയൊക്കെയാണെങ്കിൽ എങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങി നോക്കും. സുഹൃത്തുക്കളെ, പ്രപഞ്ചം ഉണ്ടാവുമോ? ഈ പണ്ഡിതന്മാര് പ്രസംഗിച്ചെടുക്കാൻ പ്ലേഗ് രോഗം പിശാച്ചാണ് ഉണ്ടാക്കുന്നത്. ഒരു ബാറുവലെ ഹദീസ് ഉദ്ധരിക്കുക. നബിനോട് ചോദിച്ച എന്താ നബി പ്ലേഗ് രോഗം? വക്സു അഗ്ദായിക്കും മിനൽ ജിന്നി നബി പറഞ്ഞിരുന്ന നിങ്ങളെ പിശാച്ചാണ് പ്ലേഗ് രോഗം ഉണ്ടാക്കുന്നത്. എന്നാ സുഹൃത്തുക്കളെ, പാനൂര് അധികം പ്ലേഗ് രോഗി ഉണ്ടാവണ്ടേ? കാരണം വിശുദ്ധ ഖുർആൻ പിശാച്ചിന്റെ കഴിവുണ്ടല്ലോ, അത് ഭൂരിപക്ഷത്തിലും പ്രയോഗിക്കും ചെയ്യുന്നുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. ആ കഴിവാണ് വസ്വാസ്. പിശാചിനെ നിങ്ങൾ എപ്പോഴാ പേടിച്ചേണ്ടിയെന്ന് അറിയോ? പേടിച്ചോണ്ടോടത്ത് നിങ്ങൾ പേടിച്ചൂല. ഞാൻ കോഴിക്കോട് നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയലുണ്ട്, അവിടെ മുസ്ലിങ്ങളൊക്കെ കബറടക്ക കണ്ടംപറമ്പ് എന്നറിയും. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ 12 മണിക്ക് രാത്രി 12 മണിക്ക് കണ്ണംപറമ്പ കൂടെ നടക്കുമ്പോൾ പിശാചിനെ പേടിച്ചണ്ട. വൈകുന്നേരം 4 മണിക്ക് മിഠായി തെരുവ് കൂടെ നടക്കുമ്പോൾ പിശാചിനെ പേടിച്ചോണ്ടിന്ന് അറിയും. മിഠായി തെരുവ് അവിടെ ആണും പെണ്ണിങ്ങനെ വരച്ചിട്ടാ നടക്കുകയെ. ആ പിശാചിനെ പേടിച്ചേണ്ടിയ കണ്ണംപറമ്പിലല്ല. ഓനവിടെ എന്ത് തസ്തിക്കാൻ പറ്റോടത്ത് ശ്മശാനത്ത് എന്ത് ജോലിയാ ഓന് നടക്കുന്നത്? പിന്നെ ഞാൻ പറയണ്ട്, വെല്ലിയങ്ങാടി പിശാചിനെ പേടിച്ചണം. വെല്ലിയങ്ങാടിയാണ് വലിയ കച്ചവടം നടക്കുന്ന സ്ഥലമാണ്. വെല്ലിയങ്ങാടിയിലെ പടച്ചോനെ പേടിച്ചിട്ട് ഹിന്ദുക്കളെ സെമിത്തേരി കൂടെ പോകുമ്പോഴും ചൊടലാന്ന് എന്റെ നാട്ടിൽ കൂടെ പറയാം. മുസ്ലിങ്ങളെ ചൊടലിൽ കൂടെ നടക്കുമ്പോഴും സെമിത്തേരി കൂടെ നിങ്ങൾ 1 മണിക്ക് നടക്കുമ്പോഴും പിശാചിനെ പേടിച്ചണ്ട. നിങ്ങൾ പിശാചിനെ പേടിച്ചേണ്ട എവിടെയാണ്? വെല്ലിയങ്ങാടിയിൽ. അവിടെ ബിസിനസ് ഇങ്ങനെ നടക്കുന്നത്. ആ പിശാച് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുക, കൈകൂലി വാങ്ങാൻ അവസരം കിട്ടുക, വ്യഭിചരിക്കാൻ അവസരം കിട്ടുക. അവിടെയാണ് നമ്മൾ പേടിക്കേണ്ട സുഹൃത്തുക്കളെ. ജാഗ്രത പുലർത്തേണ്ടത്. വസ്വാസം ഉണ്ടാക്കും. എടാ വിചരിച്ചോ, പിന്നെ അടുത്ത് ഉപയോഗിച്ച് മടങ്ങാം. അല്ലെങ്കിൽ കൈകൂലി വാങ്ങിക്കോ, സക്കാത്തോട് കൊടുത്താ പോരെ. പലിശ വാങ്ങിക്കോ, ധർമ്മമായിട്ട് ചെയ്യുക. അവിടെ പേടിച്ച അള്ളാഹ് ചിന്ത പിന്മാറി ചെയ്ത് അത്രയേ ഉള്ളൂ. ഇന്ന കൈത ശൈത്താനിക്കാൻ ലൈഫാണ്. അങ്ങനെ രോഗം ഉണ്ടാക്കാൻ വിവിധ രൂപത്തിൽ വരാനും റാദി പറഞ്ഞാൽ തരണ്ടോ? പിശാചിന് വിവിധ രൂപത്തിൽ വരാൻ പറ്റുമെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ ചുട്ടുകരിച്ചേണ്ടി വരുന്നതാണ്.
കാരണം ബുഖാരി കൈനബി എന്ന ഒരാളെത്തുന്ന ഒരു ഹദീസ് ഉണ്ടെന്ന് കേൾക്കുക, ബുഖാരി കൈനബിനെ അന്വേഷിച്ച് ചെല്ലുക, ആ കൈനബിയെ ഹദീസ് പറഞ്ഞു കൊടുക്കുക. പിശാചിനെ കൈനബിന്റെ രൂപത്തിൽ വരാൻ പറ്റുമെങ്കിൽ ഹദീസ് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാനെന്ന് എന്താ നിങ്ങൾക്ക് ഉറപ്പ്? സുല്ലമീന എന്നെ അവിടെ വീട്ടിൽ കെട്ടിയിട്ട് കണ്ട് പിശാചന്റെ രൂപത്തിൽ വന്നതാണെങ്കിൽ എല്ലാവർക്കും പോവുകയാണെങ്കിലോ? ഹദീസ് ഗ്രന്ഥം മുഴുവൻ ചുട്ടുകരിച്ചേണ്ടി വന്ന റാസി പറയണത്. വൽഖൈനാല കുർസിഹി ജസദ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ സുലൈമാൻ നബിന്റെ സിംഹാസന ജസദിനിട്ട് എന്നറിഞ്ഞല്ലോ. അവിടെയും ആ റാസി പറഞ്ഞ പിശാചിന് മനുഷ്യരൂപത്തിൽ ഉദ്ദേശ രൂപത്തിൽ വരാൻ പറ്റുമെങ്കിൽ ഗ്രന്ഥങ്ങൾ മുഴുവൻ ഹദീസ് ഗ്രന്ഥം മുമ്പ് ചുട്ടുകരിച്ചേണ്ടി വരുന്ന ആർക്കാരും വിശ്വസിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? അതാ മീൻ ഹിയലി ശയാത്തീനിൽ ജിന്നി എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞതേ. അത് മനുഷ്യപ്പിച്ചാലുള്ള തന്ത്ര കമ്മാടികളെ. ഇപ്പൊ ഞാൻ ഈ ബാലുന്നൊരു പെണ്ണിനോട് പിടിച്ചതാട്ട് കൊട്ടുന്നത് നിങ്ങൾക്ക് പറയാലോ. സുല്ലമി എനിക്കറിയാം, ഞാനല്ല അതിന്റെ രൂപത്തിൽ സുല്ലമിന്റെ രൂപത്തിൽ വന്ന് പിടിച്ചതാന്ന് പറഞ്ഞാലോ. 3 മണിക്ക് ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് മൗലവി എന്നെ പിടിച്ചു പറയാലോ, അത് ഞാനല്ല, ഇന്നെ ഭക്ഷണാക്കാൻ പിശാച്ചെന്ന് കണ്ട് കയറി കൂടിയതാണെങ്കിൽ ഇത് തമ്മാടികളായ റസീദ മനുഷ്യ പിശാച്ചിന്റെ തന്ത്രാണെന്നാ. ഈ പിശാച്ചിന് ഏത് രൂപത്തിൽ ഉദ്ദേശിച്ചാൽ വരാൻ പറ്റുമെന്നെങ്കിൽ അപ്പൊ അതല്ല സ്നേഹിതന്മാരെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അതുകൊണ്ട് പേടിച്ചെന്നെ കേട്ടങ്ങൾ പേടിക്കുക. പിശാച്ച് രോഗം ഉണ്ടാക്കാനുള്ള കഴിവല്ല കൊടുത്തിട്ടില്ല. അത് അദൃശ്യമായ മാർഗത്തിലൂടെ പഠിച്ചാലേ നമുക്ക് രോഗം ഉണ്ടാക്കുള്ളൂ. രോഗാണുക്കൾ അദൃശ്യമല്ല, ബാക്ടീരിയ ഒന്നും അദൃശ്യമല്ല. കാരണം അദൃശ്യം എന്ന് പറഞ്ഞാലും ഏത് ശാസ്ത്രീയ ഉപകരണത്തിലൂടെയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, ആ പഞ്ചേന്ദ്രിയങ്ങൾ വികസിപ്പിക്കാനുള്ള ശാസ്ത്രീയ ഉപകരണം അതിലൂടെ കിയാമന്നാൾ വരെ കണ്ടുപിടിച്ചാൻ പറ്റാത്തത് അത് അദൃശ്യം, അഭൗതികം. മറ്റേ അജ്ഞാതം എന്ന് പറഞ്ഞു ബാക്ടീരിയ ഒക്കെ അജ്ഞാത ജീവി, ഒരു കാലത്ത് കണ്ടുപിടിച്ചാൻ പറ്റാത്തത്. ഒരു തുള്ളി ഇന്ദ്രിയ എടുത്ത് നോക്കി നിങ്ങൾ ഒരു 6 കോടി പുരുഷ വിജയില് കാണും. അതുകൊണ്ട് അത് അദൃശ്യ ജീവിയാന്ന് അറിയുന്നു. അജ്ഞാത ജീവി എന്ന് പറയാം. അദൃശ്യം എന്ന് പറഞ്ഞാൽ കിയാമന്നാൾ വരെ കണ്ടുപിടിച്ചാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഞാൻ തെറിപ്പിക്കല്ല. അല്ലാഹു പറഞ്ഞ സനുൽഖീ ഫീ ഖുലൂബില്ലദീന കഫറൂ റൂബ ബിമാ അശ്റകൂ മാ ലം യുനസ്സിൽ ബിഹി ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. ഈ ശിർക്ക് ചെയ്താൽ നമ്മുടെ മനസ്സിൽ പേടിയിടുന്ന പേടിയിട്ട് നേരെ മറിച്ച് നമ്മൾ പറഞ്ഞ കേമൗലി പഠിപ്പിച്ച അല്ലെ അൽപ്പറ്റ അൽവിമലി പഠിച്ച പറക്കൂർ അധ്യായമാലി പഠിപ്പിച്ച ആ ലാഹിലാണ് പഠിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് നിർഭയത്വം ഉണ്ടായില്ല സുഹൃത്തുക്കളെ.